ശരി, തന്റെ ഭാഗം കേൾക്കാതെയാണ് പോലീസിന്റെ നടപടി എന്നാണ് യുവാവിന്റെ ആരോപണം. ഏതായാലും മുഖ്യമന്ത്രിക്കും DGPക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. കണ്ണൂരിൽ പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിലെ പ്രതിക്ക് പരോൾ. TCV നന്ദകുമാറിനാണ് അടിയന്തര പരോൾ അനുവദിച്ചത്. 6 ദിവസത്തേക്കാണ് പരോൾ. ശിക്ഷ ലഭിച്ച് 2 മാസമാകുമ്പോഴാണ് പരോൾ അനുവദിച്ചത്. ബിജീഷ് ഗോവിന്ദൻ ചെയ്തിട്ടുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ബിജീഷ്, എന്താണ് ഈ അടിയന്തര പരോളിന് കാരണം? എന്ത് കാരണം ചൂണ്ടിക്കാണിച്ചാണ് ഇയാൾ അപേക്ഷ നൽകിയത്? ഇപ്പോൾ എന്ത് കാരണം എന്ന് പറഞ്ഞിട്ടില്ല. അടിയന്തര പരോളായി 6 ദിവസത്തേക്ക് TCV നന്ദകുമാറിനെ വിടുന്നു എന്നുള്ളത് മാത്രമാണ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നന്ദകുമാർ പുറത്തിറങ്ങുകയും ചെയ്തു. നേരത്തെ പയ്യന്നൂരിൽ പോലീസിൽ ബോംബെറിഞ്ഞ കേസിലെ പ്രതിയാണ് നന്ദകുമാർ. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി നവംബർ 24-ന് നന്ദകുമാറിനെയും അതുപോലെ തന്നെ പ്രതിയായിട്ടുള്ള VK നിഷാദിനെയും 20 വർഷം കഠിന തടവിന് ശിക്ഷിച്ചിരുന്നു. നേരത്തെ ഈ ശിക്ഷ വിധിച്ച് 1 മാസത്തെ ഘട്ടത്തിൽ VK നിഷാദിന് ആദ്യം 6 ദിവസവും പിന്നീട് വീണ്ടും 6 ദിവസവും അത് കഴിഞ്ഞ് 15 ദിവസവും ഉൾപ്പെടെ പരോളുകൾ അനുവദിച്ചത് വലിയ തരത്തിൽ വിവാദമായിരുന്നു. അതിന് പിന്നാലെ നിഷാദ് ഇപ്പോൾ പരോൾ പൂർത്തിയാക്കി ജയിലിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ TCV നന്ദകുമാറിന് കൂടി പരോൾ അനുവദിച്ചിരിക്കുന്നത്. ശരി, ബിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്.